മന്ദാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു വൻപയർ കൊണ്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിക്കായിക്കോട്ടെ ചോറിനായിക്കോട്ടെ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് വൻപയറാണ് എടുത്തിരിക്കുന്നത്. അത് 2 മണിക്കൂർ നേരം കുതിർത്തിയെടുത്തതാണിത്. പിന്നീട് ചെറിയ ഒരു 10-15 ഉള്ളി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചെടുത്തു. ഒരു തണ്ട് കറിവേപ്പില. നമ്മൾ വെളുത്തുള്ളി ചതച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 3-4 തണ്ട് മല്ലിയുടെ ഇല. ഇത് നമുക്ക് ഇഷ്ടാനുസരണം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരു 8-10 ചെറിയ ഉള്ളി, 2-3 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നീട് 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു 4 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം പട്ട. ഇത്രയും നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നാളികേരം ഒഴികെ ബാക്കിയെല്ലാം വറുത്തെടുക്കണം. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള വൻപയർ നമുക്കൊന്ന് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. ഇത് പ്രഷർ കുക്കറിലിടുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ എത്രയാണോ നമ്മൾ വൻപയർ എടുത്തിരിക്കുന്നത് അതിൻ്റെ മീതെയായിട്ട് വെള്ളം നിൽക്കണം. കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ് അത് വേവിച്ച് കൊടുക്കുന്നത്. 2-3-4 വിസിൽ വന്നാൽ മതിയാവും. നമ്മൾ കുതിർത്തെടുത്തത് കൊണ്ട് ആദ്യത്തെ ഒരു വിസിൽ വന്ന ശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്ന് നമ്മൾ കുറച്ച് വെക്കണം. എന്നിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അത് വേവുമ്പോഴേക്കും നമുക്ക് അരയ്ക്കാനുള്ളത് വറുത്തെടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമുക്ക് പെരുംജീരകം, കുരുമുളക്, ഗ്രാമ്പു, പട്ട, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, നമ്മൾ ബാക്കി ചെറിയ ഉള്ളി എല്ലാം നമ്മൾ ഒരേ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വാടി കിട്ടണം, ടേസ്റ്റ് മാറണം ഇതിൻ്റെ എല്ലാതും. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിയുടെ ഇലയാണ് ഇതിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നാളികേരം വറക്കേണ്ട ആവശ്യമില്ല, അത് പച്ചയ്ക്കാണ് അരയ്ക്കുന്നത്. ഇത്രയും സാധനങ്ങൾ നമ്മൾ അരയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചത് മാത്രം വറുത്താൽ മതി. ഇത് ഏകദേശം മൂത്ത് വന്ന ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കേണ്ടത്. ആ ചൂടിൽ, ആ എണ്ണയുടെ ചൂടിൽ തന്നെ നമുക്കത് വാടി കിട്ടും. അത്രയും മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. തണുത്ത ശേഷം നമ്മൾക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ ഞാനിതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. നാളികേരം നന്നായിട്ട് നമുക്ക് അരയണം. എന്നാലും എല്ലാം ഒന്നിച്ചിട്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അത് അരച്ചെടുത്ത ശേഷം ഞാൻ പിന്നീട് വീണ്ടും നമ്മൾ വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് വെളിച്ചെണ്ണ വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. സ്പൈസസൊക്കെ നമുക്ക് മൂപ്പിച്ച എണ്ണ തന്നെയാണ് നല്ലത്. അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്തു. ഉള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരട്ടെ. അതിൻ്റെ ശേഷം വേണം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പയർ വേവുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്തു. ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും ഇതിലേക്ക് വേണ്ടിയിട്ട് മാത്രം. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെയും പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറണ വരെ ഇളക്കി കൊടുത്താൽ മതി.
നന്നായിട്ട് ഇതുപോലെ വാടി വന്ന ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ആയിട്ട് കിട്ടിയാൽ മതി. കൂടുതൽ നമുക്കിത് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ഉള്ളി ആവേണ്ട ആവശ്യമില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നീട് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നു എരിവിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ചേർത്തു. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. സാധാരണ മുളക് പൊടീനെ അപേക്ഷിച്ചിട്ട് ഈ കാശ്മീരി മുളക് പൊടിക്ക് കുറച്ച് കൂടുതലാണ് പച്ച ടേസ്റ്റ്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് പോണ വരെ നമ്മളിതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. തക്കാളിയും ഉള്ളിയും എല്ലാം അതിലേക്ക് കലർന്നിട്ട് കിട്ടണം. ഏകദേശം നമുക്കിതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാനത് മിക്സിയുടെ ജാറിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആണ് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അത് ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഈ അരപ്പും കൂടിയും ചേർന്നാലാണ് നമുക്ക് പാകത്തിന് ഇതിൻ്റെ ഗ്രേവി കിട്ടുള്ളൂ. അതുകൊണ്ട് അത് ഒഴിച്ച് കൊടുത്തു. ലേശം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് മൊത്തം പാത്രത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ അത് വല്ലാതെ കുറുകി പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് തിളയ്ക്കട്ടെ. നമ്മൾ നാളികേരം പച്ചയ്ക്കാണല്ലോ അരച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് തിളപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വറുത്തതിൻ്റെ ശേഷമാണ് അത് അരച്ചത്. ഇത്രയും മതി. നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി വേവിച്ച പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വെന്ത് കിട്ടണം. എന്നാലാണ് നമുക്കത് ശരിക്കും ടേസ്റ്റായിട്ട് വരുള്ളൂ. ഇനി ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ കുക്കറിൽ നിന്ന് ഈ ചീനച്ചട്ടിയിലേക്ക് മാറ്റാം. വീണ്ടും നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് തന്നെ വെക്കണം. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഇത് വറ്റിപ്പോവും. അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വെക്കണം എന്ന് പറയുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം വെന്തതായതുകൊണ്ട് നമുക്കിതിനി ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറിയ തോതിലൊന്ന് തിളച്ചാൽ മതി. കുറച്ചും കൂടി ഞാൻ ഉപ്പ് ചേർത്തു. ഉപ്പ് ഞാൻ പറഞ്ഞില്ലേ, അവസാനം നമ്മൾ നോക്കുന്ന സമയത്ത് കമ്മി ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ച് വെക്കാൻ 2-3 മിനിറ്റ്. ഒരു 3 മിനിറ്റിന് ശേഷം വീണ്ടും ഞാനത് തുറന്ന് നോക്കുകയാണ്. ഇതുപോലെ നമുക്കത് തിളച്ച് കുറുകി പാകത്തിന് വെള്ളമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ സ്റ്റൗവ് കെടുത്തുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അതിന് ശേഷം നമ്മൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ ഈ പയർ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കൂടിയും പറയണം. നല്ല സിമ്പിളായിട്ടുള്ള ഒരു കറിയാണിത്. കൂടുതൽ ചേരുവയൊന്നും ഇതിലേക്ക് വേണ്ട. നല്ല കൊഴുത്ത പയർ കറി തയ്യാറായി. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.